എനർജി ഇല്ലാത്ത പ്രശ്നങ്ങൾ എല്ലാം മാറ്റിയെടുക്കുക ഈ ഒരൊറ്റ ടാബ്ലറ്റ്. ഇത് കഴിച്ചിട്ട് നമ്മുടെ ഒരുപാട് ആളുകളുടെ ഉദാഹരണ പ്രശ്നവും ശീഘ്രസ്ഖലനവും എല്ലാം മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രോഗം എന്താണ്? ഷുഗർ. ഇത് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ടാബ്ലറ്റ് അവർക്ക് എഫക്റ്റ് ഉണ്ടാക്കുന്നത്? ഇതിനുള്ള ആഗ്രഹം കൂടെ ചെയ്യാം. പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്നെ കൊണ്ട് പറ്റൂലേ, എനിക്ക് എന്താ, ഞാൻ എൻ്റെ വയറ്റിന് മുമ്പിൽ താഴ്ന്നു പോയോ എന്നുള്ള ചിന്തകൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഏറ്റവും മോശമായിട്ടുള്ള ഭക്ഷണം എന്തൊക്കെ? ഫോൺ അഡിക്ഷനും മാസ്റ്റർബേഷനും ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഉദാഹരണത്തിനും ശീഘ്രസ്ഖലനത്തിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് 99% പോൺസ് കാണുന്ന ആളുകൾ പുരുഷന്മാരാണ്. സാർ എടുത്തപ്പോൾ ഒരുപാട് പേഷ്യൻസ് വന്നതിൽ ഏറ്റവും കൂടുതൽ ഏത് ഏജുള്ള ആളുകളാണ് വന്നിട്ടുള്ളത്? 40 മുതലുള്ള ആളുകളാണ്. 40 മുതൽ 60-70 വയസ്സ് വരെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ 70 പ്രോപ്പറായിട്ട് ശരിക്കും ബന്ധപ്പെടാൻ പറ്റും. ബെഡ്റൂമിൽ കയറുന്നതിന്റെ മുമ്പ് നമുക്ക് എനർജിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ കഴിക്കാം? ഗൾഫിലുള്ള ആളുകൾക്കാണെങ്കിൽ കൂടുതൽ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഈ പോൺ അഡിക്ഷനിലൊക്കെ ഈ പോൺ പ്രൊഡക്ഷനൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും. പോൺ പ്രൊഡക്ഷൻ വലിയൊരു മാർക്കറ്റാണ്. അതായത് ആണുങ്ങളുടെ ഈ ഒരു വികാരത്തിനെ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. ഇതാ ഈ ഒരു ടാബ്ലറ്റ് ഒരുപാട് ആൾക്കാരെ ഉദാഹരണ പ്രശ്നവും ശീഘ്രസ്ഖലനവും ബന്ധപ്പെടുമ്പോൾ ടൈമിങ് കിട്ടാത്ത പ്രശ്നങ്ങൾ, എനർജി ഇല്ലാത്ത പ്രശ്നങ്ങൾ എല്ലാം മാറ്റിയെടുക്കുക ഈ ഒരൊറ്റ ടാബ്ലറ്റ്. ഇത് നമ്മുടെ ഇൻഫിനിറ്റി ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു സപ്ലിമെന്റ് ആണ്. ഇത് കഴിച്ചിട്ട് നമ്മുടെ ഒരുപാട് ആളുകളുടെ ഉദാഹരണ പ്രശ്നവും ശീഘ്രസ്ഖലനവും എല്ലാം മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് ഷിബിലി ഡോക്ടറാണ്. മിസ്ര ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. നമ്മൾ സാറോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു ടാബ്ലറ്റ് ഇത്രയും എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. സർ, ഇത് കഴിച്ചിട്ട് എന്താണ് സാർക്ക് ഉണ്ടായിരുന്ന റിസൾട്ട്? ഇത് കഴിച്ച് മെഡിസിൻ കൊടുത്ത് 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ അവർക്ക് നല്ല രീതിയിൽ ഉദാഹരണം കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഏകദേശം ഒരു 80% കേസിലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഈ ഷുഗറൊക്കെ വന്ന ആളുകളിൽ മാത്രം എന്താണ്ട് ഇത് ചിലപ്പോൾ റിസൾട്ട് കിട്ടാറില്ല എന്നുള്ളതും അതിന് കൂടെ തന്നെ പറയണല്ലോ. അപ്പോൾ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഉദാഹരണ പ്രശ്നമായിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. എൻ്റെ ആണത്വം നഷ്ടപ്പെട്ടോ, എനിക്കിനി ഭാവിയില്ലേ, ഞാൻ എൻ്റെ വൈഫിൻ്റെ മുമ്പിൽ അത്രക്കും തളർന്നു പോയോ, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, രോഗം തന്നെ മാറി എന്നുള്ള അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഗുളിക അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കാരണം ചികിത്സിക്കാനുള്ള വേറൊരു മെഡിസിൻസും കൂടെ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് മെഡിസിൻസ് പിന്നെയും വന്നിട്ട് അങ്ങനെ കൊടുക്കാറില്ല കൂടുതലായിട്ട്. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ് ചെയ്ത് ഫുള്ള് മാറ്റുക എന്നുള്ള അവസ്ഥയ്ക്ക് നമുക്ക് എത്തിക്കൊടുക്കാൻ പറ്റാം. ഓക്കെ, എന്തായിരുന്നു ഇത്? എങ്ങനെയാണ് ഇത് കറക്റ്റ് കഴിക്കേണ്ടത്? എപ്പോൾ എങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും റിസൾട്ട് കൂടെ കിട്ടുന്നത്? അത് ഓരോരുത്തർക്ക് അനുസരിച്ചാണ്. നോർമലി ഒരു യൂഷ്വലി ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, ചെറിയ രീതിയിലൊക്കെ ഉദാഹരണം കുറഞ്ഞിട്ടുള്ളൂ എന്നാണെങ്കിൽ ഞാൻ കൊടുക്കാറുള്ളത് അത് 1 മണിക്കൂർ മുമ്പൊന്ന് കുടിക്കാൻ പറയും. ഇത് നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ പിന്നെ ഓരോരുത്തരുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഇപ്പം എന്തുകൊണ്ടാണ് ഉദാഹരണക്കുറവ് വന്നത്, ഷുഗറാണോ, പ്രഷറാണോ, ടെൻഷനാണോ എന്നുള്ള രീതിയിലൊക്കെ നോക്കിയിട്ട് വേണം അതിൻ്റെ ഡോസ് നമുക്ക് തീരുമാനിക്കാൻ. വെറുതെ നമ്മൾ ഇതിപ്പോൾ സ്വന്തമായിട്ട് വാങ്ങി കൊടുക്കുമ്പോഴൊന്നും റിസൾട്ട് വിചാരിച്ചത്ര കിട്ടാത്തതും അതാണ്. ചിലർക്ക് നല്ല റിസൾട്ട് കിട്ടും. ചെറിയ കുറവുകൾക്കൊക്കെ സ്വന്തമായിട്ട് വാങ്ങി കുടിക്കുമ്പോഴൊന്നും എന്ത് ചെയ്യും, നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ കറക്റ്റ് കാരണം നോക്കിയിട്ട് അതിൻ്റെ ഡോസ് ഷെഡ്യൂൾ കറക്റ്റ് തീരുമാനിക്കണം. അതിന് മറ്റതിൻ്റെ കൂടെയുള്ള കാരണത്തിൻ്റെ ചികിത്സിക്കാനുള്ള മെഡിസിൻസും കൂടെ കൊടുക്കണം. ഓക്കെ, ഇത് ഈ സാർ ഇപ്പോൾ വന്നല്ലോ, ഒരുപാട് ആളുകൾക്ക് ഇപ്പം ഈ ഒരു പ്രശ്നമായിട്ട് സാർ അടുത്ത് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രോഗം എന്താണ്? ഷുഗർ. ഞാൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഉദാഹരണക്കുറവെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം ഷുഗർ ഉണ്ടോന്ന്. ഷുഗർ ഉണ്ട്, അത്രയും കോമൺ ആണ്. ഇപ്പോൾ അതിൻ്റെ വേറെ പ്രത്യേകത ഈ ഷുഗർ ഉണ്ട് എന്ന് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകും. ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോഴെങ്കിലും ഒന്ന് ഷുഗർ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റിംഗ് എങ്കിലും നോക്കിയാൽ മതി. വെറുമായിട്ടുള്ള ഷുഗർ ആകെ ഒരു 30 രൂപേൻ്റെ ചിലവേ ഉണ്ടാവുള്ളൂ. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും എൻ്റെ ഷുഗറിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. അത് നോക്കി ഇങ്ങനെ പോയാൽ മതി. അതെന്നെ മെയിൻ കാരണം ഷുഗറിൻ്റെ. പിന്നെ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറൻസ് അവിടെ ഉണ്ട് കേട്ടോ. സൈക്കോളജിക്കലായിട്ടുള്ള അതും വലിയൊരു കാരണമാണ്. എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത് തോന്നൽ, പേടി വരിക. അപ്പോൾ ഈ ഷുഗർ ആണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. അത് കാരണം അവർക്ക് ഷുഗർ വരുമ്പോൾ അവർക്ക് നല്ല ബ്ലോക്ക് വരും ഈ രക്തക്കൊഴലിൻ്റെ അടുത്ത്. രക്തക്കൊഴലിൻ്റെ അടുത്ത് ബ്ലോക്ക് വന്നാൽ ഈ ഒരു ബലൂൺ വീർക്കുന്ന പോലെയാണ് ഈ ഉദാഹരണം സംഭവിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ബ്ലഡ് അങ്ങ് നിറഞ്ഞിട്ട്, അപ്പോൾ ഈ ഇതിൻ്റെ ബ്ലോക്ക് വന്നാൽ അവർക്ക് ബ്ലഡ് നിറയൂല. അപ്പോൾ ഇത് ചുരുങ്ങി നിൽക്കുകയും ചെയ്യും. അതാണ് പ്രശ്നമാവുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് കഴിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതിനുള്ള ആഗ്രഹം കൂടെ ചെയ്യാം. ലിബിഡോ കൂടുമ്പോൾ പ്രത്യേകത ഈ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്നെ കൊണ്ട് പറ്റൂലേ, എനിക്ക് എന്താ, ഞാൻ എൻ്റെ വയറ്റിന് മുമ്പിൽ താഴ്ന്നു പോയോ,
എന്നുള്ള ചിന്തകൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ വന്ന് ഒരാഴ്ചയൊക്കെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഉദാഹരണം കിട്ടും, ബന്ധപ്പെടാൻ പറ്റും. അതിന് കാരണം എന്താ, അത്രയും ആഗ്രഹം ആ ഒരു ഇത് നിൽക്കുന്നുണ്ടാവും. വരുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഇതിങ്ങനെ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അതേപോലെ ഈ ലിബിഡോ കൂട്ടുക എന്നുള്ളതാണ് ഇതിനുള്ള ടെക്നിക്ക്. അതാണ് ഈ മെഡിസിൻ ചെയ്യുന്നത്. അപ്പോൾ ലിബിഡോ കൂട്ടുമ്പോൾ, ആഗ്രഹം കൂടുമ്പോൾ നമുക്ക് ഈ ചിന്തകൾ കുറേ കുറഞ്ഞു കിട്ടും, ഈ പേടിയൊക്കെ. അപ്പോൾ നല്ല റിസൾട്ട് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുക. അതേപോലെ ഇതിൻ്റെ ഒരു ടൈമിങ്, സ്റ്റാമിന കൂടുമ്പോൾ നല്ല ടൈമിങ് വരും, അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം, ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഉദാഹരണക്കുറവുള്ള അല്ലെങ്കിൽ ഉദാഹരണക്കുറവ് ഉണ്ടാക്കുന്നതിന്റെ മെയിൻ ആയിട്ട് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഇതിന്റെ റീസൺ ആവുന്നുണ്ട്. ഡയബറ്റിക്കിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ. ഇപ്പോൾ ശരിക്കും ഉദാഹരണത്തിന് ഏറ്റവും മോശമായിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാണ്? മോശമായിട്ട് ഭക്ഷണം ഷുഗർ കൂട്ടുന്ന ഭക്ഷണങ്ങൾ. ഷുഗർ കൂട്ടുന്ന ഭക്ഷണം തന്നെയാണ്. കാരണം ഷുഗർ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബ്ലോക്ക് നന്നായിട്ടുണ്ടാവും നമ്മളെ ലിംഗത്തിലേക്ക്. അപ്പം ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്ന മറ്റു ഭക്ഷണങ്ങളാണ് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ. നമ്മൾ ഈ പുറത്തുനിന്ന് ഈ വൈകുന്നേരം ഇപ്പോൾ ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ലൊരു ശീലം ആളുകളിൽ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ഒരു സമൂസയോ അല്ലെങ്കിൽ ഒരു കട്ട്ലറ്റോ ഒന്നിങ്ങനെയൊക്കെ കഴിച്ചിരുന്നത്. ഇപ്പം എങ്ങനെയാണ്, ഇങ്ങനെ കോരിയെടുത്തുണ്ടല്ലോ അല്ലേ, സമൂസ ഒന്ന്, കട്ട്ലറ്റ് ഒന്ന്, പഴംപൊരി ഒന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ എണ്ണയെ പൊരിച്ചതാണ്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ ആകുമ്പോൾ ഒരു എന്തായാലും പ്യൂർ വെളിച്ചെണ്ണയിലൊന്നും പൊരിച്ചെടുക്കൂല, ഉറപ്പാണ്. ഏറ്റവും ലോ കോസ്റ്റിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അവർ നോക്കുക. അപ്പോൾ പാം ഓയിലായിരിക്കും, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ആ ലോ കോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പാം ഓയിലും സൺഫ്ലവർ ഓയിലും എന്നൊക്കെ പറഞ്ഞാൽ omega-6 ട്രാൻസ് ഫാറ്റിൻ്റെ ഒരു കലവറയാണ്. ഈ സാധനം നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് ഫാറ്റി ലിവർ ഉണ്ടാക്കും. ഫാറ്റി ലിവർ ഉണ്ടായാൽ ഫാറ്റ് മെറ്റബോളിസം ഫുൾ തകരാറിലാവും. ബ്ലഡിൽ നല്ല ട്രൈഗ്ലിസറൈഡും ചീത്ത കൊളസ്ട്രോളും നിറയും. ഇത് കാരണം നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഈ ബ്ലോക്ക് ഉദാഹരണത്തിന് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ രീതിയിലൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ ഒഴിവാക്കണം, കരിച്ചതും പൊരിച്ചതും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. പിന്നെ ഫാറ്റ് ലിവർ ഉള്ള ആളുകൾ അതിന് ട്രീറ്റ് ചെയ്യുക. യൂറിക് ആസിഡ് ഒരു കാരണമാണ്, യൂറിക് ആസിഡ് ട്രീറ്റ് ചെയ്യണം. കൊളസ്ട്രോൾ ട്രീറ്റ് ചെയ്യണം. പിന്നെ omega-3 ഈ മീൻ ഗുളിക ഉണ്ടല്ലോ, മീൻ ഗുളിക നല്ല ബ്രാൻഡിൻ്റെത് നോക്കിയിട്ട് നമ്മൾ വാങ്ങി കഴിക്കുക. ഒരു 1000 mg per day എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോ അതുപോലെ തന്നെ നമുക്ക് കുറെ ഉദാഹരണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഭക്ഷണങ്ങളുണ്ട്. ഇപ്പൊ രക്തം കൂട്ടാനും രക്തയോട്ടത്തിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ രക്തയോട്ടം കൂടാന് അല്ലെങ്കിൽ രക്തം കൂടാന് ഒക്കെ നല്ല ഭക്ഷണങ്ങളും പഴങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത് ഏതൊക്കെ ആയിരിക്കും? മെയിനായിട്ട് ഫസ്റ്റ് വരെ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് പ്രത്യേകത, നമുക്ക് ഇത് വികസിക്കുന്നതേ, ലിംഗം വികസിക്കാൻ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവിടെ റിലീസ് ചെയ്യണം. അതായത് നമ്മൾ തലേന്ന് അപ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ വരുന്നുണ്ട്, ഉദ്ധരിച്ചോളൂ എന്നുള്ള കമൻറ്റ് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ആ ബ്ലഡ് വെസൽ വികസിക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നതാണ് നൈട്രിക് ഓക്സൈഡ്. ഈ റിലീസ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽ ഇങ്ങനെ വികസിക്കും. അപ്പോൾ അവർക്ക് ബ്ലഡ് കയറും. അങ്ങനെയാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഈ നമ്മൾ ആർട്ടിഫിഷ്യലി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ശരിക്കും ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ട് നല്ലോണം വേവിച്ചതിന് ശേഷം അത് ജ്യൂസ് അടിച്ച് കുടിക്കുക. ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ്സൊക്കെ മാക്സിമം ഒരു ദിവസം കഴിച്ചാൽ മതി. അപ്പോൾ ഇത് കുടിക്കുക, ദിവസം കുടിക്കുന്നത് നമുക്ക് ഈ രീതിയിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾക്ക് നല്ല മാറ്റം തരുന്ന സംഭവമാണ്. പിന്നെ മധുരം കുറക്കുക, നല്ല ബാക്കിയുള്ള ഗുഡ് ബാക്ടീരിയ, വയറിൻ്റെ നല്ല ഒരു സുഗമമായിട്ടുള്ള നടത്തിപ്പ് എന്നൊക്കെ പറയൂലേ, അതുപോലെ വയറ് ശരിക്കാവണം. അതല്ലെങ്കിൽ ഈ ഇൻഫ്ലമേഷൻസ് കൂടും. ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ രക്തക്കൊഴലിനടുത്ത് വീക്കം നീർക്കെട്ടും വരും, അത് ബ്ലോക്ക് ഉണ്ടാക്കും. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഫിഗ് പോലുള്ള നട്ട്സും ഒക്കെ ഇതിന് നല്ലതെന്ന് പറയുന്നുണ്ട്, അത് ശരിയാണ്? നട്ട്സിൽ നല്ല കൊഴുപ്പുണ്ട്, നൈട്രിക് ഓക്സൈഡ് ഉണ്ടല്ല, കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ലിവറിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് യൂസ്ഫുൾ എന്ന് പറയാം ഇൻഡയറക്ട്ലി. ഓക്കെ. ഇപ്പോ ഈ പിന്നെ പോമഗ്രാനൈറ്റ്, പിന്നെ എന്താ വാട്ടർമെലന്റെ സീഡ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതാണ്. പലപ്പോഴും പംകിൻ സീഡ്സ് ഇതൊക്കെ ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവൽ കൂട്ടുന്നതായിട്ട് ചില പഠനങ്ങൾ കാണുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടുമ്പോൾ നമുക്ക് യൂഷ്വലി അറിയാം ഒരു എനർജി ഒക്കെ വരും. ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നതും വേറൊരു കാരണമാണ് കേട്ടോ. ഇതിന് ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക ആകെ ഒരു മന്ദപ്പ്. പിന്നെ ഒരു ആണാണെന്നുള്ള രീതിയിൽ നമുക്ക് തോട്ട്സുകൾ, ചിന്തകൾ ഉണ്ടാവുമല്ലോ, അതായത് ലിബിഡോ എന്ന് പറയും. അവരിപ്പോൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഉണ്ടാവുന്ന അട്രാക്ഷൻ, ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയും. ഒരു എനർജി ഉണ്ടാവില്ല. പിന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ കുറയും, മുടി കൊഴിച്ച് നന്നായിട്ട് കൂടും. ഇങ്ങനത്തെ തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ കുറവുകൊണ്ട് വരും. അപ്പോൾ അതിന് പറ്റിയ സാധനമാണ് ഈ പംകിൻ സീഡ്, ഇപ്പോൾ പറഞ്ഞ വാട്ടർമെലൺ സീഡ്സ്. ഇതൊക്കെ ആ രീതിയിൽ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇപ്പോ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധാരണയാണ്, ലിംഗത്തിന്റെ വലിപ്പം കൂടിയാൽ മാത്രമേ സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റൂ, ലിംഗത്തിന്റെ വണ്ണം ഒരുപാട് കൂടിയാലേ സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ പറ്റൂ എന്നുള്ളത്. ശരിക്കും അങ്ങനെ ഉണ്ടോ? അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ക്ലിനിക്കിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം ഒരു സ്ത്രീനെ, ഈ സ്ത്രീനെ ഇപ്പോൾ ഈ പറഞ്ഞ തോട്ടമല്ലല്ലോ, ഇത് സ്ത്രീയെ വിലയിരുത്തുന്നത്
ഒരു പുരുഷൻ അവൻ്റെ ചിന്തകൾ വെച്ചിട്ടാണ്. അതെ. പക്ഷെ സ്ത്രീയും പുരുഷനും എൻ്റെ രണ്ട് ലോകത്താണ് ജീവിക്കുന്നത്. ചിന്തകൾ ഇപ്പോൾ ഞാൻ എൻ്റെ ചിന്ത വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷൻ എനിക്ക് ഒരു പുരുഷന് സമാധാനം കിട്ടുക അല്ലെങ്കിൽ ഈ ഒരു രതിമൂർച്ച കിട്ടുന്നത് അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ്, ശുക്ലം പോകുമ്പോഴാണ്. അപ്പോൾ അതേപോലെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതും അപ്പുറത്താക്ക് അപ്പോൾ തന്നെ അല്ലേ കിട്ടുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. സ്ത്രീകൾക്കൊരു 95% അവരെ ഓർഗാസത്തിൻ്റെ ഈ ഒരു രതിമൂർച്ചൻ്റെ 90% കിട്ടുന്നത് പുറത്ത് ക്ലൈറ്റോറൽ സ്റ്റിമുലേഷൻ, കന്ത് എന്ന് പറയുന്ന ഭാഗത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്ത്രീകൾക്ക് ഈ ഉദാഹരണത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഈ ഉദാഹരണത്തിന് പ്രശ്നം വരുമ്പോൾ സ്ത്രീകൾക്ക് ടെൻഷൻ വരും. അവരിങ്ങനെ പറയും നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും പോയി നോക്കി, ഡോക്ടറെ അടുത്ത് പോയി നോക്കി, എന്തത്ര കാലം ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കും. അത് അവർക്ക് രതിമൂർച്ചെത്താൻ പറ്റാത്തതിനുള്ള സങ്കടമല്ല, പറ്റാത്തതുകൊണ്ടുള്ള സങ്കടമല്ല. അവരുടെ സങ്കടം ഇത്രയും കാലം ആ സ്ത്രീയെ കാണുമ്പോൾ, വൈഫിനെ കാണുമ്പോൾ ഭർത്താവിന് ആഗ്രഹം വന്നിരുന്നു, ഈ ഉദാഹരണം ഉണ്ടായിരുന്നു, നല്ല റാഹത്തായിട്ട് നടന്നിരുന്ന കാര്യങ്ങൾ ചെപ്പില്ല. അതെന്തുകൊണ്ടാണ്? എൻ്റെ ഭർത്താവിനോടുള്ള താല്പര്യം കുറഞ്ഞോ, കുറച്ച് വയസ്സൊക്കെ വന്നപ്പോൾ എൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോയോ, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ബന്ധങ്ങളിലോട്ട് ഭർത്താവ് പോകുന്നുണ്ടോ എന്നൊക്കെ ടെൻഷൻ വരുന്നതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ ഇത് പുരുഷൻ കേൾക്കുമ്പോൾ എന്താ ഇത് മനസ്സിലാക്കുന്നത്? നേരെ തോട്ട് പോവുക, എൻ്റെ ഭാര്യക്ക് എന്നിലുള്ള ആ ഒരു വിശ്വാസം, ആണത്വം മുമ്പിൽ പോയി നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയാണ് വേഗം വരുന്നത്. അതാണ് പ്രശ്നം. അങ്ങനെയല്ല. ഇതിന് ഏറ്റവും നല്ല മരുന്ന് എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് വരുന്ന ഫസ്റ്റ് ഇതാണ് പറഞ്ഞു കൊടുക്കല. എന്നാൽ തന്നെ പകുതി പ്രശ്നം തീരാറുണ്ട്. ഇതൊരു എന്തോരു കനം 10 കിൻഡൽ തലയിൽ കഴിച്ച് നടക്കുകയാണ്. എൻ്റെ വൈഫിൻ്റെ മുമ്പിൽ എനിക്കൊന്നും വൈഫിനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, വൈഫിനൊക്കെ പറ്റ വെറുത്തിട്ടുണ്ട്, വൈഫിനോട് മിണ്ടുന്നില്ല, വൈഫിൻ്റെ ദേഷ്യം ഇതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ട് ആൾക്കാർ വരിക. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഇതാണ്, വൈഫിനോട് സംസാരിക്കുക. എനിക്ക് എന്നെ പ്രഷർ, ഞാൻ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ പറഞ്ഞ ഷുഗർ കൊണ്ടാണ് ഇത് വന്നത്, എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്, ഇപ്പോൾ കുറേ കടങ്ങളൊക്കെ ഇല്ലേ, ആ ടെൻഷനെ കൊണ്ടാണ് എനിക്ക് വന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളില്ല, എനിക്ക് ഇപ്പോഴും എന്നെ ഇതേപ്പോൾ കണ്ടത് അതേപോലെ തന്നെയാണ് ഞാൻ കാണുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. ഈ പുരുഷനും സോൾവ് ആവും, അപ്പുറത്തുള്ള ആൾക്ക് വലിയൊരു സമാധാനമായിരിക്കും. ഓക്കെ. ഇപ്പോൾ അതുപോലെ ആളുകൾക്ക് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഫോൺ അഡിക്ഷനും അതുപോലെ തന്നെ മാസ്റ്റർബേഷനും ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഉദാഹരണത്തിനും ശീഘ്രസ്ഖലനത്തിനും കാരണമാകുന്നുണ്ടോ? അത് മാനസികമായിട്ട് നല്ല ബാധിക്കും. ഈ ഫോൺ അഡിക്ഷനും ഈ മാസ്റ്റർബേഷനും സിവിയറായിട്ട്, ഇപ്പോൾ ഒരു ദിവസം 10 പ്രാവശ്യമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് എന്തായാലും അതൊരു നോർമൽ അല്ലല്ലോ. ആ നോർമലിന് അധികം ആകുമ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, അതിൻ്റെ ഒരു അനാട്ടമിനെ തന്നെ ബാധിക്കും അവർക്കുള്ള. പക്ഷേ ഈ ഫോൺ അഡിക്ഷൻ ഭയങ്കര പ്രശ്നമാണതും ഈ ഉദാഹരണ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്നതും അത് മാനസികമായിട്ടാണ്. ഇപ്പോൾ ഈ ഫോൺ അഡിക്ഷനിലൊക്കെ ഈ ഫോൺ പ്രൊഡക്ഷനൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും. ഫോൺ പ്രൊഡക്ഷൻ വലിയൊരു മാർക്കറ്റാണ്. അതായത് ആണുങ്ങളുടെ ഈ ഒരു വികാരത്തിനെ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് 99% ഫോൺസ് കാണുന്ന ആളുകൾ പുരുഷന്മാരാണ്. അപ്പോൾ ഈ ഫോൺ കാണുമ്പോൾ പ്രശ്നം ഇവരുടെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, എക്സ്പെക്റ്റേഷൻ അത് ഹൈ ലെവലിലായിരിക്കും. കാരണം ഒരു ആണിന് എങ്ങനെയാണോ ചിന്ത പോകുന്നത് ആ രീതിയിൽ മാനുഫാക്ചർ ചെയ്തെടുത്തതായിരിക്കും എല്ലാ വീഡിയോസും ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ എടുക്കുമ്പോൾ ഈ പുരുഷൻ ഇപ്പോൾ പെണ്ണ് കെട്ടാത്ത ആളുകൾ വിചാരിക്കുക ഓ ഇങ്ങനെയൊക്കെയാണല്ലേ സെക്സ് എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഭാര്യൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു നോർമലായിട്ടുള്ള സ്ത്രീ ആയിരിക്കും. അവർക്ക് അതിൽ കാണുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ കാരണം തകർന്നു പോകും, ജീവിതം തകർന്നു പോകും. അതാണ് മെയിൻ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ അതിൽ കാണിക്കുന്നുണ്ടാവും മണിക്കൂറുകളോളം, ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ഉദ്ധരിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു മനുഷ്യൻ്റെ തലയിൽ കയറണം, ഓക്കെ എത്ര സമയമൊക്കെ കിട്ടൂലേ. ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു 5 മിനിറ്റ് കിട്ടുന്ന നോർമലായിട്ടുള്ള 5 മിനിറ്റ് ടൈമിങ് കിട്ടുമ്പോൾ തന്നെ ആലോചിച്ചു എനിക്ക് ഞാനൊരാണല്ല എന്നുള്ള തോട്ടിലേക്ക് എത്തുക. അതാണ് വലിയൊരു അപകടം. ശരിക്കും എത്ര ടൈമാണ് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന് കിട്ടുക? നോർമലി അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ എപ്പോഴാണോ ഒരു പുരുഷൻ വിചാരിക്കേണ്ടത് എനിക്ക് ഇജാക്കുലേഷൻ നടക്കണം, അതാണ് ശരിക്ക് അപ്പോൾ പോകണം എന്നുള്ളതാണ് നോർമൽ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ 5 മിനിറ്റൊക്കെയാണ് ഒരു ആവറേജ്, 2 to 5 മിനിറ്റ്സ് ആണ് ഒരു ആവറേജ് ഒരു പുരുഷൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അതിൽ ഭയങ്കര അരമണിക്കൂർ കിട്ടുന്നവരുണ്ട്, ചിലപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് ചില സമയത്ത് പോകും. പിന്നെ മാനസികാവസ്ഥ അനുസരിച്ചാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്സുള്ള സമയത്ത് പെട്ടെന്ന് അതിന് എത്രയൊരു മൂഡിൽ നിൽക്കാനുള്ളൊരവസ്ഥ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ശുക്രം പുറത്തേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. കൂടുതൽ സ്റ്റിമുലസ് ആവുന്ന സമയത്തും പെട്ടെന്ന് പെട്ടെന്ന് പോയി പോവാം. പക്ഷെ നോർമലി തന്നെ നമ്മൾ എപ്പോഴാണോ പുരുഷൻ വിചാരിക്കുന്നത് പോകണം എന്നുള്ളത് ആ കൺട്രോൾ വേണമെന്നാണ് ഏറ്റവും ഹൈ ലെവൽ നോർമൽ നമ്മൾ പറയുക. ആ കൺട്രോൾ
ഇപ്പോൾ പോകണ്ട എന്നുള്ളതാണെങ്കിൽ ഓക്കെ, എനിക്ക് കുറച്ചും കൂടി ടൈം കിട്ടണം എന്ന് ആലോചിക്കുമ്പോൾ കിട്ടണം എന്നുള്ളതാണ് നോർമൽ പറയാം. പക്ഷെ ഇതൊന്നും നമ്മൾ ഈ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് പ്രശ്നമാണ്. ശരിക്കും ഗൾഫിലുള്ള ആളുകൾക്കാണ് ഈ കൂടുതൽ പ്രശ്നം വരുന്നത്. ഈ റൂമിലിരിക്കുമ്പോൾ തമ്മിൽ ഷെയർ ചെയ്യും കുറേ ആളുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥയാണ് എന്നുള്ള ചിന്തയ്ക്ക് പോകും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ നോർമലാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ആരായിട്ട് കമ്പയർ ചെയ്യണ്ട. നിങ്ങൾ തൃപ്തികരമാണോ, നിങ്ങളുടെ സെക്ഷൽ ലൈഫ് തൃപ്തികരമാണോ, പങ്കാളി തൃപ്തികരമാണോ, മാത്രം ആലോചിച്ചാൽ മതി. ബാക്കിയുള്ളവർക്ക് 1/2 മണിക്കൂർ കിട്ടുന്നുണ്ട്, എനിക്ക് 3/4 കിട്ടുന്നുണ്ട്, അത് എനിക്ക് കിട്ടുന്നില്ലല്ലോ, അത് വേണ്ട. നമുക്ക് റാഹത്താണോ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ. ഇപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ നമുക്ക് എങ്ങനെ ഇൻഫിനിറ്റി ഡ്രൈവ് കൊണ്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് നമുക്ക് മെച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റും, സ്റ്റാമിന കൂട്ടി കൊടുത്താൽ നമുക്ക് ടൈമിങ് കൂട്ടാൻ പറ്റും. പിന്നെ ടൈമിങ്ങിന് അതിലൊക്കെ നല്ല റിസൾട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ടൈമിങ്ങിൻ്റെ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം മുട്ടത്, ടൈമിങ് നമുക്ക് കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അത് ഇപ്പോൾ ടൈമിങ് പ്രശ്നം ഇല്ലാത്തവരും ഒരു 25 വയസ്സ് കഴിഞ്ഞവർ തന്നെ ഇപ്പോൾ ചെയ്തു തുടങ്ങുന്നത് നല്ലതാണ്. നമ്മളെല്ലാവരും ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പെൽവിക് ഫ്ലോർ മസിൽസ് ഉണ്ട്, നമ്മുടെ വൃഷ്ണങ്ങളുടെയും അതുപോലെ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള ആ ഒരു മസിലിനെ ടൈറ്റ് ആക്കുക, സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മസിലാണ് സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ ഡംബിലെടുത്ത് വെക്കും. അപ്പം ഇങ്ങനെ ഇളകുമ്പോൾ ഇതിന് സ്ട്രെയിൻ കൊടുക്കുമ്പോൾ ഇത് സ്ട്രോങ് ആവും. ഇതുപോലെ ആ മസിലിനെ കണ്ടെത്തണം ആദ്യം. അതാണ് കീഗൽ എക്സസൈസ് ചെയ്യാനുള്ള ഫസ്റ്റ് വഴി. അതിനുവേണ്ടി ഇപ്പം മൂത്രമൊഴിക്കാൻ നേരെ ഇരിക്കുക, സ്ട്രെയിറ്റ് ആയി ഇരുന്നിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട് എന്നിങ്ങനെ സങ്കല്പിക്കുക. എന്നിട്ട് ഈ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ നമ്മൾ മൂത്രം പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. മൂത്രം പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ മലദ്വാരത്തിൻ്റെയും വൃഷ്ണത്തിൻ്റെയും ഇടയിലായിട്ട് ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആവുന്ന ഫീൽ ചെയ്യും. ആ ടൈറ്റായി പിടിക്കുന്ന ആ മസിലാണ് നമ്മൾ പറഞ്ഞ മസിൽ. അതിനെന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒരു 3 നേരം വെച്ച് ഒരു 20 പ്രാവശ്യം ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുക. ഒന്ന് ടൈറ്റാക്കി പിടിക്കുന്നു, 10 വരെ എണ്ണ, 1 2 3 വരെ, അങ്ങനെ 10 വരെ എണ്ണിയിട്ട് 10 സെക്കൻഡ് പിടിക്കുക, ലൂസാക്കുക, വീണ്ടും ടൈറ്റാക്കി പിടിക്കുക, 10 വരെ എണ്ണ, ലൂസാക്കുക. ഇങ്ങനെ ഒരു 20 പ്രാവശ്യം ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുന്നത് ചെയ്തിട്ട് പിന്നെ അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക. നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ സുഖമാണ്, നിസ്കാരത്തിന് ശേഷം ഓരോ നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം വെച്ച് ചെയ്താൽ മതി, അപ്പോൾ വിട്ടുപോകില്ല. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ പ്രോസ്റ്റേറ്റിന് കംപ്ലൈൻറ്റ് വരുന്നത്, മൂത്രം ഒറ്റി പോകുന്ന പ്രശ്നം, ഈ ഉദാഹരണ പ്രശ്നങ്ങൾക്ക്, ശീഘ്രസ്ഖലനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണത്. ഓക്കെ. ഇപ്പോൾ സാറ്, ഞാൻ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്നോട് വിട്ടുപോയതാണ്. ഇപ്പം സാർ എടുത്തപ്പോൾ ഒരുപാട് പേഷ്യൻസ് വന്നതിൽ ഏറ്റവും കൂടുതൽ ഏത് ഏജുള്ള ആളുകളാണ് വന്നിട്ടുള്ളത്? ഒരു 40 മുതൽ 40 മുതലുള്ള ആളുകളാണ്. 40 മുതൽ 60 70 വയസ്സ് വരെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 70-ലൊക്കെ പ്രോപ്പറായിട്ട് ശരിക്കും ബന്ധപ്പെടാൻ പറ്റും? ഉണ്ട്. 70 എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. 70-ലൊക്കെ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ഉണ്ട്. എന്തോ ചെറിയൊരു കുറവുള്ളത് കൊണ്ട് മൂപ്പര് വന്നതാണ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന ആളുകളുണ്ട്, ബന്ധപ്പെടാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഡൗൺ ആകരുത്. ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ അതിനായിട്ടുള്ള കുറവുകൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ അല്ല. അത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റാണ് നമ്മൾ അയക്കേണ്ടത്. നമ്മൾ സംതൃപ്തരാണോ എന്ന് മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളതിൻ്റെ കടപ്പറയൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ ചെയ്തു പോവാം, അതിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും, നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇൻഫിനിറ്റി ഡ്രൈവിനെ കുറിച്ചും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇപ്പം ബെഡ്റൂമിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് എനർജിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും? കൂടുതൽ ഭക്ഷണം കഴിക്കാണ്ട് കയറുക. കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു മയക്കം വരും, അത് ഒഴിവാക്കാൻ പറ്റും. ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഈ ഒരു പരിപാടിയിലേക്ക് പോകുന്നത് നല്ലത്. അതല്ലെങ്കിൽ വിശക്കാനും പാടില്ല, ഒരു മിതമായിട്ടുള്ള അവലോയിലായിരിക്കണം നമ്മുടെ ആ ഒരു അപ്പറ്റൈറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കേട്ടോ. അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ മധുരം കഴിക്കാണ്ട് പിന്നെ പോവുക. അതുപോലെ ഒന്ന് എനർജി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഈ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഒരു എനർജി ഒക്കെ കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ, ഇതല്ലാതെ ഒരുപാട് സംശയങ്ങൾ ഇനിയും ചോദിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കമൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ ഷിബ്ലി ഡോക്ടറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ദൂരമുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ എടുക്കാൻ നിങ്ങൾക്ക് പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇൻഫിനിറ്റി ഡ്രൈവിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.